അപ്പൊ ഇന്ന് അങ്ങനെ കുളം വെട്ടാനായിട്ട് വന്നിരിക്കുകയാണ്. നമ്മുടെ വിളയിലല്ല വിളയിൽ തന്നെ കണ്ടാൽ അത് അടയി പോലെ തോന്നുമെങ്കിലും ഇത് വിളയാണ്. വിളയിൽ എവിടെയാണല്ലോ നമ്മൾ ഇവിടത്തേക്ക് വന്നപ്പോൾ ആറൊക്കെ വറ്റി വരണ്ട് വെള്ളവും തണ്ണിയൊന്നും ഇല്ലാത്തൊരവസ്ഥയാണ്. അപ്പോൾ ഒന്ന് വെള്ളം എടുക്കാൻ വേണ്ടി ഇവിടുത്തെ ഒരു കുളം വെട്ടാണ്. കുളമല്ല, താഴെ കണ്ട കുളം അവിടെ ഈ പാറയുടെ താഴെ കുളമുണ്ട്. അതിൽ നിന്ന് വെള്ളം എടുക്കണമെങ്കിൽ ആ കുളം വലിയ കുളമാണ്. അപ്പോൾ അത് മൊത്തത്തിൽ വെട്ടി മറിക്കേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് ഇത് തോടാണ്. തോടെന്നല്ല, വെള്ളം ഉണ്ടായിരുന്നെങ്കിൽ തോടെന്ന് പറയാത്തന്നെ. വെള്ളമില്ലാത്തതുകൊണ്ട് തൽക്കാലം ഇപ്പം അതിന് ഓടയെന്ന് പറയാം. ഈ ഓടയിൽ 2 കുഴി, അവിടെ ഒരു കുഴി, ഇവിടെ ഒരു കുഴിയുണ്ട്, ഇതൊരു കുഴി, മേലെ അവിടെ ഒരു കുഴി. അപ്പം ഈ കുഴിയിൽ നിന്നൊക്കെ ഈ 2 കുഴി, എല്ലാ കുഴിയിലും വെള്ളമുണ്ട്. അപ്പോൾ അതൊന്ന് തെളിച്ച് വെച്ചിട്ട് ഇതിൽ നിന്ന് വെള്ളം തെളിയുമ്പോൾ താഴോട്ട് ഓസിട്ടിട്ട് വെള്ളം എടുക്കാനുള്ളൊരു പരിപാടിയിലാണ്. അപ്പോൾ അങ്ങനെ അതിന് വേണ്ടി വെള്ളം ഉണ്ട്, കുളമൊന്ന് വൃത്തിയാക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ പരിപാടി. നല്ല വെയിൽ. ആദ്യം കുഞ്ഞവിടെ മാറിയില്ലേ, ഒരു കമ്പെടുത്തിട്ട് എന്തെങ്കിലുമൊക്കെ എടുത്തിട്ട് ഈ കരിയില മൊത്തം ആദ്യം കണ്ടണം. ഇന്നാളേക്ക് ഒന്ന് പിടിച്ചാണ് കരിയില കണ്ടിട്ട് അങ്ങോട്ട് മാറി വെച്ചാൽ ഉണ്ടായിട്ടൊന്നുമില്ല. ഈ സൈഡ് മാത്രം അങ്ങനെ കളയാം. ഞാൻ അവിടെ ചെറിയൊരു കുഴി, അതിനെ തെളിച്ച് വെക്കണം. ശരിക്കും പറഞ്ഞു കാണിച്ചാൽ ഈ കുഴി ഇത് വലിയ ഒരു കുഴിയാണ്. ഈ കുഴി ഞാൻ തെളിച്ച് വെക്കാൻ പോകുന്നത്. തെളിച്ചിട്ട് ഇത് വെള്ളം കെട്ട് ചെയ്യുന്നിട്ട് തെളിച്ച് നല്ല വെള്ളം കെട്ടുമ്പോൾ പൈപ്പിട്ട് താഴോട്ടെടുക്കാം. അതിനാണ് പോകുന്നത്. അതിനാണ് പരിപാടി മൊത്തം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് കയ്യും പോലെ പോകുന്നില്ല. ഇതിനകത്ത് എന്തൊക്കെ വന്യജീവികളുണ്ടെന്ന് ഒരു പിടിയില്ല. ചെറിയ ലോസുണ്ടല്ലോ, മിക്കവാറും വരില്ല. ലോസെടുക്കാൻ തരാം. ഇപ്പൊ തന്നെ വെള്ളം കെട്ടിയിട്ടുണ്ട്. വെള്ളത്തിന് വെള്ളത്തിനുണ്ട്. വെള്ളം ആദ്യം കോരി കളഞ്ഞിട്ട് കരിയിലയും കോരി, വെട്ടാനൊന്നുമില്ല, കരിയിലയും വെള്ളവും കോരി കളഞ്ഞൊന്നും തെളിച്ച് വെച്ചാൽ മതി. വെള്ളം തെളിയുമ്പോൾ നല്ല ഫ്രഷായിരിക്കും. എന്നിട്ട് ആ വെള്ളത്തിന് അപ്പോൾ ഈ ഫ്രഷായിട്ട് തെളിഞ്ഞ വെള്ളം കിട്ടും. പിന്നെ നാളെ ഓസം എടുത്തോണ്ടിട്ടിട്ട് ഇവിടെ നിന്ന് താഴെ നമ്മുടെ സൈറ്റിലോട്ട് ഈ വെള്ളം വരുത്തുന്നതായിരിക്കും. ആരൊക്കെ വറ്റി വരണ്ട് കിടക്കണം, അത് വേണമെങ്കിൽ പിന്നെ കാണിച്ചു തരാം. ഈ കല്ലിൻ്റെ അല്ല, ആ കല്ലിൻ്റെ താഴെ വലിയൊരു കുളമുണ്ട്. വലുതല്ല, വെള്ളം എടുക്കുന്ന സാധാരണ കുളം. മഴ സമയത്ത് ഈ തോട് മൊത്തം വെള്ളവും വെള്ളപ്പൊക്കമായിരിക്കും. വെള്ളം ഊറി വരുന്നു. അങ്ങനെ പിടിച്ച വത്സ ശരിക്കുണ്ട്. ചളി
കുറച്ച് വെള്ളം ആവുമ്പോൾ ആ വെള്ളം കോരിയിട്ട് അപ്പത്തൊന്ന് കൈ നിർത്താം. ഈ ചെളി മൊത്തം പോയി കളയണം. മേലെ പോയി നട്ടോടി. അങ്ങനെ 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 നേരത്തെ ഉറച്ച് നിർത്തിയതിൽ നിന്ന് കുറച്ച് ഊറിയപ്പോയി അതൊക്കെ ഒരു കൈവി അങ്ങ് സെറ്റാക്കി നിർത്തിയിരിക്കുകയാണ്. ഇനി വെള്ളം ഊറി ഇതേ വഴി താഴെ പോയിട്ട് വെള്ളം തെളിഞ്ഞ് വരുമ്പോൾ അയ്യോ നാളെ ആകുമ്പോൾ തെളിഞ്ഞ് നിറയൂല, എന്നാലും ഊറുന്ന വെള്ളം തെളിയും. അപ്പോൾ നമ്മൾ പൈപ്പിട്ടിട്ട് താഴെ വരെ എത്തിക്കാം. ഇപ്പം എല്ലാം മാതിരി സെറ്റാക്കിയിരിക്കുകയാണ്. പോവാം. അല്ല ഞാൻ പോന്നെ വറക്കുന്ന മാതിരി. അങ്ങനെ കുളമെല്ലാം വെട്ടി വാള് കാണുമാ. വാള് ഞാൻ കൊടുത്തിട്ടും കിട്ടി. ഞാനങ്ങനെ കാടും തള്ളി പോവുകയാണ് കണ്ട. പിന്നെ ഇതൊരു കുളം. അയ്യേ, ഇത് മൊത്തം കുളമാണ്. ടോട്ടല് കുഴികളാണ്. ഒരാ കുഴി കുഴിയോട് കുഴി. പിന്നെ വെള്ളം കാണിച്ചു തരാം. കുളം കാണിച്ചു തരാം. മൊത്തം കാടും പടലവും പിടിച്ചാണ് കിടക്കുന്നതെങ്കിലും ഇതാണ് കുളം. അക്കൗണ്ട് 460 ഡെബിറ്റഡ് എന്നൊക്കെ കാണിക്കുന്നത്. ഇതാണ് കുളം. ഈ കുളത്തിൽ വെള്ളമുണ്ട്, പക്ഷേ ഈ വെള്ളത്തിൽ വെള്ളം കുടിക്കാൻ എടുക്കണമെങ്കിൽ ഇത് മൊത്തം വൃത്തിയാക്കണം. ഇത് വൃത്തിയാക്കാൻ ഭയങ്കര പാടാണ്. കാണുന്ന പോലെയല്ല, നല്ല താഴ്ചയുള്ള ഇതാണ് കുളമാണ്. വെറും ചെളി, മൊത്തം ചെളിയായതുകൊണ്ട് പിന്നെ വൃത്തിയാക്കാൻ നല്ല പാടുപെടേണ്ടി വരും. അപ്പോൾ അത് ബുദ്ധിമുട്ടായത് കൊണ്ടാണ് മേലെ കയറി ചെറിയ കുളത്തിനെ തെളിച്ച് വെച്ചത്. കുളമല്ല, ചെറിയൊരു കുഴി, അതിനെ തെളിച്ച് വെച്ചത്. അങ്ങനെ നാളെ വന്നിട്ട് കാട് മൊത്തം വെട്ടണം. ഇവരാരാണ്ടോ പറഞ്ഞതുപോലെ. ഇതാ സംഭവം ഞാൻ കാണിച്ചു തരാം. ഇവിടെയാണ്, ഇവിടെ അല്ല, ഇവിടെ കിടന്ന മഞ്ഞയാണ് നമ്മൾ എടുത്തുകൊണ്ടിരുന്നത്. ഞാൻ ഈ കോലത്തിൽ കൊണ്ട് എത്തിച്ചിട്ടുണ്ട്. ഈ ഭാഗത്തിൽ എടുത്തിട്ട് പിന്നെ അങ്ങോട്ട് ഇത് മൊത്തം ഉണ്ട്. അതൊക്കെ വെട്ടിയെടുക്കണം. പിന്നെ ആറെന്ന് പറഞ്ഞാൽ ശോചനീയ അവസ്ഥയാണ്. ദാരുണവും ക്രൂരവും പൈശാചികമായ രീതിയിലാണ് ഇപ്പോൾ ആറ്റിൽ വെള്ളം ഇല്ല. ചെറിയ ഒരു ഉറവ മാത്രമേ ഉള്ളൂ ആറ്റിലൂടി.